സഹോദരന്മാരെ, കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം അതാത് പാർട്ടികൾ അവരവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികൾ പ്രചരണവുമായി അതിശക്തമായി മുന്നേറിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ചിലത് കാണുമ്പോൾ സന്തോഷവും വിഷമവും ലജ്ജയും തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. നിങ്ങളൊന്ന് ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് ലജ്ജാകരമായ കാര്യമെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. കാന്തപുരം AP ഉസ്താദ് എന്ന് പറയുന്ന മഹാപണ്ഡിതിന്റെ അടുത്തേക്ക് പല പല നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകന്മാരും അതേപോലെ സ്ഥാനാർത്ഥികളും വന്ന് അനുഗ്രഹം വാങ്ങുന്നത് കണ്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളിലായിട്ട് കാന്തപുരം ഉസ്താദിനടുത്ത് ഒരു ദിവസം 3, 4, 5 സ്ഥാനാർത്ഥികൾ വന്നിട്ട് അതെല്ലാ പാർട്ടിക്കാരും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുണ്ട്, CPMന്റെ സ്ഥാനാർത്ഥികളുണ്ട്, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളുണ്ട്, INLന്റെ സ്ഥാനാർത്ഥികളുണ്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്, അത് UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്, LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോരുത്തരും കാരന്തൂർ മർക്കസിൽ ചെന്നിട്ട് അനുഗ്രഹം വാങ്ങുന്ന കൂട്ടത്തിൽ ഒരു വ്യക്തിന്റെ ഫോട്ടോ കാണാനിടയായി. അതെനിക്ക് ലജ്ജയായിട്ടാണ് തോന്നി. അത് നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നു പറയാൻ കഴിയില്ല. എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതാരാന്ന് പറഞ്ഞാൽ PK ഫിറോസ്, യൂത്ത് ലീഗിന്റെ നേതാവ് PK ഫിറോസ് കാരന്തൂർ മർക്കസിൽ കയറി ഇരുന്നിട്ട് കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്ന ആ മഹാമനുഷ്യന്റെ കൈപിടിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നിട്ട് അനുഗ്രഹം വാങ്ങുന്ന ഒരു ഫോട്ടോ കാണാനിടയായി. അത് കാണുമ്പോൾ എനിക്ക് വളരെയധികം ലജ്ജ തോന്നി. അതെന്നാ ലജ്ജ തോന്നാൻ കാരണം നിങ്ങൾക്ക് പലർക്കും സംശയമുണ്ടാവും. സാധാരണയല്ലേ ഒരു സ്ഥാനാർത്ഥി ഒരു പണ്ഡിതന്റെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങുന്നത് സാധാരണയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പിറകോട്ടൊന്ന് ഓർമ്മിച്ചാൽ പിറകോട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കാരന്തൂർ മർക്കസ് എന്ന് പറയുന്ന ആ സ്ഥാപനം ഒരു ദിവസം പൂട്ടിക്കിട്ടാൻ അല്ലെങ്കിൽ 2 ദിവസം പൂട്ടിയിടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കഴിവും ശക്തിയും എല്ലാം പ്രയോഗിച്ച ഒരു വ്യക്തിയാണ് ഈ PK ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി. അത് അദ്ദേഹത്തിന്റെ പഴയ പ്രസംഗങ്ങൾ പരിധിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ചില ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തി ഒരു ഉടുപ്പുമില്ലാതെ ആ സ്ഥാപനത്തിൽ കയറി വന്നിട്ട് കാന്തപുരം ഉസ്താദിന്റെ അനുഗ്രഹം വാങ്ങുന്നുണ്ടെങ്കിൽ ഇവരുടെ തൊലിക്കട്ടിന്റെ കടുവെടുപ്പ് ചിന്തിച്ചോക്കി നിങ്ങളൊന്ന് ആലോചിച്ചോക്കറാം. അതേപോലത്തെ ഒരു വ്യക്തിയായിരുന്നു ആ മർക്കസ് ഒരു ദിവസം പൂട്ടിക്കിട്ടും നമ്മളിത് പൂട്ടിച്ച് അടങ്ങൂ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ആ MK മുനീർ എന്ന് പറയുന്ന സാഹിബ്. അദ്ദേഹം മുറക്കിരിക്കുക. ഒന്ന് ആലോചിക്കണം, ഏതാണ് ആ സ്ഥാപനം? ആയിരക്കണക്കിന് എത്തീമക്കളെ പോറ്റുന്ന ആ സ്ഥാപനം ഒരു ദിവസം പൂട്ടിക്കാണണം എന്ന് പറഞ്ഞിട്ട് നടു റോഡിലിറങ്ങിയിട്ട് സമരം നടത്തിയ വിഭാഗമാണ്. അത് ആ സമരത്തിന് നേതൃത്വം കൊടുത്തവരാകെ ഇവർ നടത്തിയ ആ പ്രസംഗങ്ങൾ നിങ്ങൾ പഴയ പ്രസംഗങ്ങളൊന്നും എടുത്തു നോക്കിയേ. അതേ അവരെന്നെ ആ സ്ഥാപനത്തിലേക്ക് കാന്തപുരത്തിലൂടെ അനുഗ്രഹം വാങ്ങാൻ വേറെ ഏതെങ്കിലും ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താണ് പോയിട്ട് അനുഗ്രഹം വാങ്ങിയാൽ ഞാനിത് പറയൂല. പക്ഷേ ഈ PK ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി കാരന്തൂർ മർക്കസിലേക്കാണ് കയറി പോയിട്ടാണ് കാന്തപുരത്തോട് അനുഗ്രഹം വാങ്ങുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയുണ്ട് അദ്ദേഹത്തിന്റെ തൊലിക്കട്ടിയെന്ന്. ഒരു ദിവസം പൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് എത്രമാത്രം അധ്വാനിച്ചിന് അദ്ദേഹം. അതങ്ങനെ പെട്ടെന്ന് പൂട്ടിക്കിട്ടാൻ വേണ്ടി പറ്റുക? അള്ളാഹു ഇല്ലേ, CM മടവൂരില്ലേ അതിന് കാവലി, അവരതിന് നിൽക്കുക, അവരതിന് സംരക്ഷണം കൊടുക്കുന്നില്ലേ? പ്രത്യേകിച്ച് CM മടവൂര് പറഞ്ഞിട്ടല്ലേ ആ സ്ഥാപനം തുടങ്ങിയെന്നെ. ആ CM മടവൂരിന്റെ അനുഗ്രഹം ഉള്ള കാലത്തോളം ഒരു ശക്തിക്കും അത് പൂട്ടിയിടാൻ വേണ്ടി പറ്റൂലോ. അത് പൂട്ടിയിടാൻ വേണ്ടിയിട്ട് അധ്വാനിച്ചവരാണ് ഇപ്പൊ ആ സ്ഥാപനത്തിലേക്ക് വന്നിട്ട് ഇതിന്ന് അനുഗ്രഹം വാങ്ങുന്നത്. അത് കാണുമ്പോൾ ഞാൻ ഇത് പറഞ്ഞു പോയിതേ ഉള്ളൂ. ഇനി ഒരാൾ വരാനുണ്ട്, വരൂ. എന്തായാലും ആ കാരന്തൂർ മർക്കസിലേക്ക് കയറി വരൂ എന്ന് തന്നെ പ്രതീക്ഷ. ആര്? KM ഷാജി. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ആരോ പറഞ്ഞു ആദ്യം മത്സരിക്കുന്ന സമയത്ത് ആരോ പറഞ്ഞു കോഴിക്കോട് ഉസ്താദിനടുത്ത് പോകണം. എന്നാൽ അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലുണ്ട്. നിങ്ങളൊന്ന് കേൾക്കണം. അദ്ദേഹം വരും, വരാണ്ട് എവിടെയും പോകില്ല. ഇതാണ് അള്ളാഹു. അള്ളാഹുലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നിങ്ങളെ പോലെയുള്ള ലീഗുകാർ എറിഞ്ഞ കല്ലുകൾ ഓരോന്ന് പെറുക്കി കൂട്ടിയിട്ടാണ് ആ കാന്തപുരം ആ സ്ഥാപനമാണ് പടുത്തുയർത്തിയത്. ആ പടുത്തുയർത്തിയ സ്ഥാപനത്തിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ പോയിട്ട് ഇത് അനുഗ്രഹം ചോദിച്ചിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകും. ഇനിയും തന്നെ പൊന്നുപോലത്തെ ലീഗുകാരെ നിങ്ങളോട് പറയാനുള്ളത്, കാന്തപുരം നിങ്ങൾ വിചാരിച്ച വ്യക്തിയൊന്നുമല്ല. അദ്ദേഹത്തിനോട് ആർക്കും ദേഷ്യമില്ല. അദ്ദേഹത്തിന് ആർക്കും ദേഷ്യമില്ല. ഇപ്പൊ ഈ PK ഫിറോസ് കുഞ്ഞാലിക്കുട്ടിയെ ആരോടും ദേഷ്യമില്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹം എല്ലാവരെയും സ്വീകരിക്കൂ, അവർക്ക് വേണ്ടി ദുആ ചെയ്യൂ. അദ്ദേഹം പണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, അന്നെ ഇതുവരെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയുന്നതെല്ലാം ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് അദ്ദേഹം. ഈ പോകുന്നവർ ചിന്തിക്കണ്ടേ നമ്മൾ എന്തെല്ലോ ഉപദ്രവം അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു എന്ന്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗുകാരെ നിങ്ങൾ എന്തെങ്കിലും ഒരു നന്മ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ഇല്ലാലോ. പ്രത്യേകിച്ച് അതിനെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയല്ലേ ചെയ്ത്. ഏതായാലും ഇതിൽ കാണുമ്പോൾ ചിലപ്പം സന്തോഷം തോന്നുന്നുണ്ട്, വിഷമം തോന്നുന്നുണ്ട്, ലജ്ജം തോന്നുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ കേട്ടാ. ഇനിയും തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാന്തപുരത്തിൽ എറിയൽ നിർത്തിയെന്നാണ് തോന്നുന്നു. എന്നാലും പല സ്ഥലത്തും അത് ഭരണം കിട്ടിയാൽ നിങ്ങൾ എന്തായാലും അറിയും. അത് ഉറപ്പം തന്നെ ഭരണം കിട്ടാത്തത് കൊണ്ടാണെന്നാ തോന്നുന്നത്. ഇപ്പൊ ഭരണം കിട്ടിയിട്ടാണെങ്കിൽ ഇല്ല ഉള്ള കല്ല് കൊടുത്തിട്ട് എന്ത് ചെയ്യൂ, വരൂ, ഏതെങ്കിലും സ്ഥാപനം പൂട്ടിക്കാനുണ്ട്, ഏടിയെല്ലാം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ എന്ന് പറഞ്ഞിട്ട് വരും നിങ്ങൾ. അത് ഉറപ്പിനുള്ള കാര്യം തന്നെയാണ്. ഏതായാലും അതിനെ കുറച്ച് സമാധാനമായിട്ട് നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് വലിയ നിലനിൽപ്പൊന്നും ഇല്ല, നിങ്ങൾ അങ്ങനെ വളരുന്നൊന്നും ഇല്ല. നിങ്ങൾ ആദ്യമേ മത്സരിക്കുന്ന അതേ സീറ്റിൽ മത്സരിക്കുന്നത്. ഇപ്രാവശ്യം നിങ്ങൾ മത്സരിച്ചിട്ട് നിങ്ങൾ ജയിക്കുക തന്നെ 10 15 സീറ്റിൽ ജയിക്കും. അതിൽ കൂടുതൽ നിങ്ങൾ ജയിക്കുന്നില്ല. 27 സീറ്റിൽ മത്സരിക്കുന്നില്ലേ? ഇതേ ഉണ്ടാവും. ഇത്ര